റഹ്മത്ത് എന്നത് പൈസ അല്ല, കൽബാണ്. ആ കൽബിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം റഹ്മത്തായിരിക്കും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാണ്. റഹ്മത്തിന്റെ മനസ്സുണ്ടായിരിക്കണം. സാധാരണ നമ്മൾ പറയലുണ്ട്, തള്ള ചവിട്ടിയാല് കുട്ടി ചാകൂലാന്ന്. കോഴിക്കുട്ടികളെ നമ്മൾ ചെറിയ മണിക്കല്ലെടുത്താണ്ട് ഒരു ഏറെടുത്താൽ ചാവും. അതേ സമയത്ത് കോഴിക്കുട്ടികളെ തള്ള മേലെ കയറിയിരുന്നാലും ചാവൂല. എന്ത് കാരണം? അതാണ് റഹ്മത്ത്. റഹ്മത്തിന്റെ അടിസ്ഥാനം റഹ്മാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. റഹ്മ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ റഹ്മത്തുള്ളതിന്റെ കാരണം ഗർഭപാത്രമുണ്ട് എന്നാണ്. റഹ്മ എന്ന ഗർഭപാത്രം റിമൂവ് ചെയ്താൽ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാണ്. ഗർഭപാത്രം എടുത്തു കഴിഞ്ഞാൽ സ്വഭാവത്തിൽ മാറ്റം വരും. പെട്ടെന്നൊന്നും അറിയില്ല എന്ന് മാത്രം, കുറെ കാലങ്ങളെ കൊണ്ട് സ്വഭാവത്തിൽ മാത്രമല്ല ശബ്ദത്തിൽ മാറ്റം വരും. സ്വഭാവത്തിലും ശബ്ദത്തിലും മാത്രമല്ല, ശരീരത്തിലെ രോമങ്ങൾ മുളക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഫضല് ഗർഭപാത്രമാണ്. അത് റഹ്മാണ്. റഹ്മത്തിന്റെ അടിസ്ഥാനമാണ്. വാപ്പാക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഉമ്മാക്കുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗർഭപാത്രമാണ്. അതുകൊണ്ടാണ് നബിയെ നിങ്ങൾ ഞങ്ങളെ വാപ്പയാണ് എന്ന് മാത്രം പറഞ്ഞത്. നബിയെ നിങ്ങൾ ഞങ്ങളെ ഉമ്മയും വാപ്പയാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഉമ്മ വാത്സല്യത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽബിനെയാണ് വാത്സല്യത്തിന്റെ കൽബ് എന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു സംഭവമായിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞ സംഭവം. യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ ആയിഷ ബിബി വഴിയിൽ ഒറ്റപ്പെട്ടു. മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയി മടങ്ങി വന്നപ്പോഴേക്ക് കൂടെയുണ്ടായിരുന്ന ആളുകൾ പോയി കഴിഞ്ഞിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി. പിന്നണി വരുമെന്ന് കരുതി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കാത്തിരുന്നു. പിന്നണി എന്ന് പറഞ്ഞാല് യുദ്ധസംഘമായാലും കച്ചവട സംഘമായാലും 3 കൂട്ടങ്ങളാണ് ഉണ്ടാകുക. മുന്നിൽ നല്ല ധൈര്യമുള്ള 2-3 ആളുകൾ ഉണ്ടാവും. അതിനാണ് മുന്നണി എന്ന് പറയുന്നത്. പിന്നെ യാത്രാ സംഘം ഉണ്ടാവും. യുദ്ധസംഘമായാലും കച്ചവട സംഘമായാലും വെറുതെ യാത്ര ചെയ്യുകയാണെങ്കിലും പിന്നെ യാത്രാ സംഘം ഉണ്ടാവും. യാത്രാ സംഘം പോയി കഴിഞ്ഞാൽ പിന്നെ ധൈര്യശാലികളായ 2-3 ആളുകൾ ബാക്കിൽ വരും. അതിനാണ് പിന്നണി എന്ന് പറയുന്നത്. മുന്നണി പോകുന്നത് വഴിയിൽ എവിടെയാണ് വിശ്രമിക്കേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത്, എവിടെയാണ് വെള്ള സൗകര്യമുള്ളത്, വഴിയിൽ എവിടെയെങ്കിലും ശത്രുക്കൾ കാത്തു നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. അതിനാണ് മുന്നണി. പിന്നണി വരുന്നത് യാത്രാ സംഘത്തിൽ നിന്ന് വാഹനങ്ങളോ മൃഗങ്ങളോ ആയുധങ്ങളോ ആഭരണങ്ങളോ സമ്പത്തുകളോ ആളുകളോ കൊഴിഞ്ഞു ചാടിയിട്ടുണ്ടെങ്കിൽ അത് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പിന്നണി വരുന്നത്. ആയിഷ ബീവി സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ റളിയല്ലാഹു അൻഹാ പിന്നണി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു, മണലിൽ കിടന്നു. ക്ഷീണം കൊണ്ട് ആയിഷ ബീവി ഉറങ്ങിപ്പോയപ്പോ പിന്നണിയിൽ ഉണ്ടായിരുന്നത് സയ്യിദുനാ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആണ് വന്നത്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ ചെറുപ്പത്തിൽ കണ്ട് പരിചയമുണ്ടായിരുന്നതിനാൽ ഈ മണലിൽ കിടന്നുറങ്ങുന്നത് ആയിഷയാണെന്ന് മനസ്സിലായി. വേഗം ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു കൊടുത്തു. ആയിഷ ബീവി ഒട്ടകക്കട്ടിലിൽ കയറി. ഒട്ടകക്കട്ടിൽ എന്ന് പറയുന്നത് ഒട്ടകത്തിന്റെ മുകളിലൂടെ തൂക്കിയിടുന്ന ഒരു സാധനമാണ്. ഒട്ടകത്തിന്റെ മുകളിലൂടെ 2 ഭാഗത്തേക്ക് 2 പാത്രങ്ങൾ തൂക്കിയിടും. ഇതിൽ ഒരാൾക്ക് കയറാം, ഇതിലും ഒരാൾക്ക് കയറാം. ഒട്ടകപ്പുറത്തിരിക്കണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഒട്ടകക്കട്ടിലിരിക്കാൻ പ്രാക്ടീസ് വേണ്ട എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് സ്ത്രീകൾ അധികവും ഒട്ടകക്കട്ടിലാണ് ഇരുത്തുക.
ആയിഷ ബീവി ഒട്ടകക്കട്ടിലിന്റെ ഒരു ഭാഗത്ത് കയറിയാൽ മറ്റൊരു ഭാഗത്ത് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന് കയറാമെങ്കിലും മര്യാദ എന്ന അദബ് പരിഗണിച്ചുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു കയറാതെ ഒട്ടകത്തിന്റെ കൈയും പിടിച്ച് മുന്നിൽ നടന്നു. ഈ യാത്രയെക്കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി. ആയിഷാക്കപ്പം മുഹമ്മദിനൊന്നും പോരായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാന്റെ ഒപ്പം നടക്കലാണ് എന്ന് പറഞ്ഞു. ആ പറച്ചിലിന് നേതൃത്വം കൊടുത്ത ആള് അബ്ദുല്ലാഹിബ്നു ഉബയ്യുബ്നു സുലൂൽ എന്ന് പറയുന്ന ഒരാളാണ്. അയാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവ്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഔദ്യോഗികമായ മുനാഫിക്കുകൾ ഉണ്ടായിട്ടില്ല. മുനാഫിക്കുകൾ ഔദ്യോഗികമായിട്ട് പിന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇയാളാണ് പിന്നീട് നേതാവായി വന്ന ആള്. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന ആള്. അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നു. മകന്റെ പേര് അബ്ദുള്ള തന്നെയാണ്. വാപ്പാന്റെ പേര് അബ്ദുള്ളയാണ്, മകന്റെ പേര് അബ്ദുള്ളയാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ഒരിക്കൽ നബിനോട് വന്നിട്ട് പറഞ്ഞു, പൊന്നാർ നബിയെ, ഇന്റെ വാപ്പാനെ കൊല്ലങ്ങൾക്ക് വല്ല തീരുമാനം ഉണ്ടോ ചോദിച്ചു. അലി ചോദിച്ചു, എന്തേപ്പ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ ആരോടും പറയരുത്, ഇന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഏറ്റു പറഞ്ഞു. അത്രയും വലിയ മൂമിനാണ് മകൻ അബ്ദുള്ള. മകന്റെ പേര് അബ്ദുള്ളയാണ്, വാപ്പാന്റെ പേരും അബ്ദുള്ളയാണ്. വാപ്പ മുനാഫിക്കാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്ര ദേഷ്യമുള്ള ഒരാളില്ല. പക്ഷേ അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. 5 വക്തിനും സുബഹിക്കും പള്ളിയിൽ വരും. 5 വക്തിനും സുബഹിക്കും പള്ളിയിൽ വരും. അങ്ങനെയാണ്. ഈ 5 വക്തിൽ ചിലപ്പം സുബഹി പെടലില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. 5 വക്ത് നിൽക്കച്ചു എന്ന് പറയും, സുബഹിക്ക് നീച്ചൂല, അങ്ങനത്തെ ഒരു ഉണ്ടാവും. അപ്പൊ അതാണ് 5 വക്തിനും സുബഹിക്കും പള്ളിക്ക് വരും. എല്ലാ യുദ്ധങ്ങൾക്ക് പോകുമ്പോഴും കൂടെ പോരും. ബാക്കിക്കില്ല, ഒക്കെ മുമ്പിലാ മൂപ്പര്. ആള് മുനാഫിക്കാണ്. എല്ലാവർക്കും അറിയാം ഈ ചങ്ങായി മുനാഫിക്കാണ്. അപ്പൊ ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറഞ്ഞ ആളാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം നടത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആള്. ഏകദേശം 10-14 ദിവസം ഇതിന്റെ നിജസ്ഥിതി അറിയിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പോകാതിരുന്നു. 14 ദിവസം നോട്ടം ഇങ്ങോട്ട് വന്നിട്ടില്ല. 14 ദിവസം ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ. 14 ദിവസം ഇങ്ങോട്ട് നോക്കിയാലേ ബാക്കി പറയുള്ളൂ. 14 ദിവസം ആളുകൾ സഹാബത്ത് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ വന്നാലേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അങ്ങാടിയിൽ കച്ചവടം നിർത്തലാക്കി വിഷമം കൊണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10-14 ദിവസം വീട്ടിൽ പോയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കൊരു വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി വളർത്തിയിരുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സഹാബികൾക്കൊക്കെ പൂച്ച ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് വളർത്തുപൂച്ചയുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കൊരു വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആ വളർത്തുപൂച്ചക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കും, ഞാൻ തന്നെ വെള്ളം കൊടുക്കും. മുത്തുനബി വരാത്ത ദിവസങ്ങളിൽ എന്നോടൊപ്പം എന്റെ ബെഡിൽ എന്റെ പൂച്ച കടന്നുറങ്ങും. വ്യഭിചാരോപണമുണ്ടായിട്ട് നബി തങ്ങൾ വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വരാതിരുന്ന 14 ദിവസവും എന്റെ വളർത്തുപൂച്ച എന്റെ അടുക്കൽ വന്നില്ല. എന്ന സംഗതിയിൽ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അവസാനം ആയിഷ ബീവി കുറ്റവിമുക്താവുകയല്ലോ വഹി വന്നിട്ട്. സംഗതി ഒന്നുമില്ല. പക്ഷെ നബി തങ്ങൾ പോയില്ല, അതിനാൽ പൂച്ചയും പോയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനോട് മിണ്ടണ്ടാന്ന് തീരുമാനിച്ചാൽ മിണ്ടാ പ്രാണികൾ വരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയില്ല. ആണ് സംഗതി.